എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരിൽ ചില ആളുകൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അവരിപ്പോൾ റിലേഷനിലാണ്, പക്ഷെ ആഫ്റ്റർ മാരേജിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആവുമോ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആഫ്റ്റർ മാരേജിൽ അവർക്ക് കിട്ടുമോ എന്നുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു ഡൗട്ട് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുള്ള പല ആളുകളുടെയും സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ മാരേജിൽ ഉണ്ടായത് ഒന്നും ആഫ്റ്റർ മാരേജിൽ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ലൈക്ക് എക്സ്പെക്ടേഷന് പോലെയല്ല, വേറെ തന്നെ ഒരു കാര്യമാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കല്യാണത്തിന് മുൻപ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു, കല്യാണത്തിന് ശേഷം അതൊന്നും കാണുന്നില്ല, സ്നേഹമില്ല, സ്നേഹം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് കുറെ ആളുകൾക്ക് ഒരു പേടി വരാണ്, ലൈക്ക് വാട്ട് ഇഫ് നമ്മളതും അങ്ങനെയാണെങ്കിലോ, നമ്മളിപ്പോൾ ഉള്ളതുപോലെ അല്ലെങ്കിലോ ആഫ്റ്റർ മാരേജിൽ സംഭവിക്കാം. ലൈക്ക് ഈ ആളുകളൊക്കെ ഞാൻ വളരെ കോമൺ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വാട്ട് ഇഫ് നിങ്ങൾ എക്സ്പെക്ടേഷനേക്കാൾ അടിപൊളിയായിട്ടാണെങ്കിലോ ആഫ്റ്റർ മാരേജിൽ നിങ്ങളുടെ ലൈഫ്? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഓക്കെ, നിങ്ങൾ എന്തായാലും ചിന്തിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ വൈ നിങ്ങൾ അതൊരു പോസിറ്റീവ് രീതിയിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നില്ല? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ലൈക്ക് ഓഫ് കോഴ്സ് ആൻസർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചു നോക്കി, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഫ്റ്റർ മാരേജിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലൈഫിൽ ഈ പാർട്ട്നേഴ്സിന് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് എന്നത് നിങ്ങൾ ആദ്യം അറിയണ്ടേ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ പല ആളുകളും പറയുന്നത്? ഇപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ആ ആള് ചിലപ്പം നമ്മൾ റീസൺസ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റണമെന്നില്ല. കാരണം എങ്ങനെ പറയേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല. അതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വെരി ഫസ്റ്റ് റീസൺ ഈസ് ഹണിമൂൺ ഫേസ് എൻഡ്സ്. അതായത് ബിഫോർ മാരേജിൽ ലൈക്ക് ആ ആളുകൾ തമ്മിൽ കുറേ എക്സ്പെക്ടേഷൻ ഒക്കെ വെക്കും. അപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു കുറച്ച് സമയമാണല്ലോ ഇപ്പം നമ്മൾ, അതിനാണ് ഹണിമൂൺ ഫേസ് എന്ന് പറയുക. അതായത് ബിഗിനിങ് സ്റ്റേജ്, ആഫ്റ്റർ മാരേജിലെ സ്റ്റാർട്ടിങ് ടൈം, ആ ഒരു സമയത്താണല്ലോ ഹണിമൂൺ ഒക്കെ പോവുക. ആ ഒരു ഹണിമൂൺ ഫേസിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്താ നോക്കുക, നമ്മൾ പോസിറ്റീവ് സൈഡ് കാണിക്കാൻ, ഇംപ്രഷൻ ഉണ്ടാക്കാൻ, നമ്മുടെ പാർട്ട്ണറുടെ മുന്നിൽ നമ്മൾ അടിപൊളിയാണ്, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്, ഈ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും, അഫ്കോഴ്സ് കുറെ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ്, പക്ഷെ എങ്കിൽ പോലും അറിയാതെ പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റേജാണ്. ആരൊക്കെ എന്തൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ എല്ലാ സൈഡും കാണിക്കുന്നില്ല. ഒന്നാമത് അത് കാണിക്കാനുള്ള ചാൻസുകൾ അവിടെ ഉണ്ടാവില്ല, സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വളരെ നല്ല ഒരു രീതിയിലാവും നമ്മളോട് ബിഹേവ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മളും അങ്ങനെ തന്നെ തിരിച്ച് ബിഹേവ് ചെയ്യുക. അത് അവസാനിക്കാൻ തുടങ്ങും. ഒരു പോയിന്റ് എത്തുമ്പോൾ ഹണിമൂൺ ഫേസ് അവസാനിക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് ലൈഫിൽ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ അല്ലായിരുന്നല്ലോ ബിഫോർ മാരേജിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതെന്താ ഇപ്പം പെട്ടെന്നൊരു മാറ്റം? ആ ഹണിമൂൺ ഫേസ് അവസാനിക്കുന്നിടത്ത് നമുക്ക് ഈ ഒരു തോട്ട് വരാൻ തുടങ്ങും. എന്താ പെട്ടെന്നൊരു മാറ്റം? അതാണ് വെരി ഫസ്റ്റ് പോയിന്റ്. അവിടെ മുതലാണ് നമുക്ക് ഈ തോട്ട് വരും, എന്താ പെട്ടെന്നൊരു മാറ്റം? ഗൈസ്, അത് പെട്ടെന്നൊരു മാറ്റമല്ല, അത് ഹണിമൂൺ ഫേസ് അവസാനിച്ചു കഴിഞ്ഞു എന്ന റിയാലിറ്റിയിലേക്ക് ലൈഫ് നിങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അത് ആ ഒരു തോട്ടിലേക്കാണ് പോകേണ്ടത്. ഞാൻ പറയില്ലേ, ലൈക്ക് ഈ സഡൻലി ആഫ്റ്റർ മാരേജിൽ സഡൻ ചേഞ്ച് വരിക എന്ന് പറയുന്ന കംപ്ലൈൻസ് പറയുന്ന ആളുകൾ റിയലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. എന്തുകൊണ്ട് ഈ ഒരു സഡൻ ചേഞ്ച്, അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഹണിമൂൺ ഫേസ് അവസാനിച്ചു തുടങ്ങും. അത് നമ്മൾ കുറച്ച് ലൈക്ക് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഹണിമൂൺ ഫേസ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു, ഓക്കെ, നമ്മൾ ലൈഫിലേക്ക് പ്രോപ്പറായിട്ട് കടക്കാൻ തുടങ്ങുകയാണ്. സെക്കൻഡ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ഇൻക്രീസസ്. സിമ്പിൾ ആയിട്ടാണ് ആ ഒരു പോയിന്റ് ഉള്ളത്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ കൂടാണ്. ബിഫോർ മാരേജിൽ ഓഫ്കോഴ്സ് നിങ്ങൾ രണ്ടുപേരും രണ്ട് ആളുകളുടെ പേഴ്സണൽ ജീവിതമായിട്ട് കുറേയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആഫ്റ്റർ മാരേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മ്യൂച്വലി ഒരുമിച്ച് മനസ്സിലാക്കി പരസ്പര ധാരണയോട് കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മ്യൂച്വലി പോകുന്ന ഒരു ട്രാക്കാണത്. മനസ്സിലായോ? ഒരുമിച്ച് ഒരേ ട്രാക്കിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. രണ്ടുപേരും രണ്ട് ട്രാക്കിലാണെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ. അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കൂടാൻ തുടങ്ങും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതായത് എന്താ പറയാ, ഓക്കെ, നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യില്ല, അപ്പൊ അതിൻ്റെതായ കുറെ ഉത്തരവാദിത്തങ്ങൾ ഞാനും ഏറ്റെടുക്കണം, എൻ്റെ പാർട്ട്ണറും ഏറ്റെടുക്കണം എന്നൊരു തോട്ടിലേക്ക് കൂടെ എത്തും. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോഴും പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ള ബിഹേവിയറിൽ സ്വാഭാവികമായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ വരും.
അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ റിയാലിറ്റിയാണ്. ഇതൊക്കെ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുമ്പോഴേ അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുള്ളൂ. അതല്ല, ഇതൊക്കെ ലൈഫാണ്, ഇതിൽ ലൈക്ക് ഓരോ സ്റ്റേജിലും നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതികൾ മാറും എന്ന ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഓഫ് കോഴ്സ് ദർ വിൽ ബി നോ പ്രോബ്ലം അറ്റ് ഓൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തതുണ്ടാവില്ല, പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ. അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തേർഡ് വൺ, പീപ്പിൾ സ്റ്റോപ്പ് പുട്ടിങ് ദ സെയിം എഫേർട്ട്. അതായത് ലൈക്ക് എന്താ പറയാ, ആദ്യം കാണിച്ച ഒരു എഫേർട്ടൊന്നും അവരിപ്പോ കാണിക്കുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? അതെന്താ അവർക്ക് ആദ്യത്തെ ഒരു താല്പര്യം ഇപ്പൊ എന്നോട് ഇല്ലാത്തത്? എന്നോട് ഇഷ്ടം കുറഞ്ഞോ? ലൈക്ക് എന്നെക്കാൾ വേറെ ആരെങ്കിലും ഇഷ്ടമായി തുടങ്ങിയോ? ഇങ്ങനത്തെ ഒരു തോട്ട് വല്ലാതെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? അതായത് അന്ന് ഇങ്ങനല്ലല്ലോ, അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ, അന്ന് അങ്ങനെ ചെയ്തല്ലോ, അന്ന് ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനത്തെ കുറച്ച് തോട്ട്സ്. ഗൈസ്, എഫേർട്ട് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ മാരേജിൽ 50-50 ചാൻസ് ആണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളത്, അല്ലെ? ആഫ്റ്റർ നിങ്ങളുടെ മാരേജ് നടക്കുമെന്ന് ലൈക്ക് എത്ര കോൺഫിഡൻസിൽ ആര് പറയുന്നുണ്ടെങ്കിൽ 50-50 ചാൻസ് ആണ്. സംഭവിക്കാതിരിക്കാം. ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ മാരേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, വിച്ച് മീൻസ് നിങ്ങൾ പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞു, അല്ലെ? ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെതായി എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു നോർമൽ പേഴ്സണിന് വരുന്ന എന്താ പറയാ, ഒരു യൂഷ്വൽ ചേഞ്ച് ആണത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നിങ്ങളൊരു വണ്ടി വാങ്ങി, ഒരു കാറ് വാങ്ങി. ആ കാറ് വാങ്ങിയ സമയത്ത് നിങ്ങൾ വളരെയധികം കെയർ ചെയ്യും. ഒരു പൊന്നുപോലെ കൊണ്ടു കിടന്നിലേക്ക് ഒരു പൊടി പോലെ മുഴുകാൻ നമ്മളിങ്ങനെ കെയർ ചെയ്തുകൊണ്ട്, അത് പോകെ നമുക്കൊരു തോട്ട് വരും, അതിൻ്റെയിലുണ്ടല്ലോ, അതിൻ്റെതായല്ലോ, എൻ്റെതാണല്ലോ എന്നുള്ളൊരു തോട്ടില് നമ്മൾ അത് എന്ത് ചെയ്താലും അത് എൻ്റെ തന്നെ ഉണ്ട്, അത് എൻ്റെതാണ് എന്നൊരു തോട്ട്, ഒരു കോൺഫിഡൻസിൽ നമ്മൾ എന്താ പറയാ, ആദ്യത്തെ ആ ഒരു ഭയങ്കര ഒരു കെയറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ലൈക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ കുറവ് മേ ബി വന്നേക്കാം. എല്ലാവരുടെ കേസിലും അല്ലാട്ടോ പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാവരുടെ ലൈഫിലുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് ലൈക്ക് ചില ആളുകളുടെ കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ സംഭവിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഈ കാരണങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ സെയിം എഫേർട്ട് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ സ്വന്തമാണ് എന്ന ഒരു ഉറപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു യൂഷ്വൽ ചേഞ്ച് ആണത്. അത് വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഇതായിട്ടൊന്നും എല്ലാവരും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില ആളുകളുടെ ലൈഫിൽ ചിലപ്പോൾ അത് വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളാവും. എന്ന് വെച്ച് എല്ലാവരുടെ ലൈഫിലും അതൊരു വലിയ പ്രശ്നമാണ് എന്ന് കരുതരുത്. ആൻഡ് ഫോർത്ത് വൺ, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കംപ്ലീറ്റ് റിയാലിറ്റിയിലേക്ക് വരണം എന്നൊരു തോട്ട് ഉണ്ടാവും, പക്ഷെ റിയാലിറ്റിയിലേക്ക് അതൊന്നും വരണമെന്നില്ല. എടാ, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കുറേ ആളുകൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു ലോകമാണ്. അതിൽ കാണുന്ന ജീവിതം അതേപോലെ കോപ്പി ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നതാണ് മെജോറിറ്റി ആളുകളും. അതെല്ലാം റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണമെന്നില്ല. അത് റിയൽ ലൈഫാണ്, ഇത് റിയൽ ലൈഫാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. ലൈക്ക് ഗൈസ്, നമ്മളൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ റിയൽ ലൈഫും വേറെ തന്നെയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം വേണം. ആഫ്റ്റർ മാരേജിൽ ബിഫോർ മാരേജിലുള്ള എല്ലാ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയിലേക്ക് വേണം. അത് വന്നില്ലെങ്കിൽ അത് എന്താ പറയാ, ലൈഫിൽ മാറി, പാർട്ട്ണർ മാറി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയല്ല വേണ്ടത്. ദിസ് ഈസ് ലൈഫ്. എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതുപോലെ സംഭവിക്കണമെന്നൊന്നുമില്ല. പ്ലാനുകൾ ഇങ്ങനെ മാറും. എന്താ പറയാ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ലൈഫ് പോകാന്ന് പറഞ്ഞപ്പോൾ അതിലെന്താ രസം? പ്ലാനുകളൊക്കെ പൊട്ടും. ഇപ്പൊ നമ്മൾ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കണം. നമുക്ക് ബിഫോർ മാരേജിൽ ഉണ്ടായ എക്സ്പെക്ടേഷൻസ് റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. അവിടെ പുതിയ കാര്യങ്ങളാണ് വരിക. ബിഫോർ മാരേജിൽ ഓക്കെ, നമുക്ക് കുറെ എക്സ്പെക്ടേഷൻസ്, എൻ്റെ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ എന്നൊക്കെ. റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. പകരം വേറെ പല കാര്യങ്ങളും ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, രണ്ട് സൈഡ് ഉണ്ട്. എക്സ്പെക്ടേഷനിൽ നമ്മൾ ചിന്തിച്ചത് റിയാലിറ്റിയിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ റിയാലിറ്റിയിൽ വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ ഇല്ലാത്തതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഫാമിലി ഇൻഫ്ലുവൻസ്. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ചിലപ്പം അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും ലൈക്ക് ഇത്
വലിയൊരു പ്രശ്നമായിട്ടൊന്നും അങ്ങനെ എല്ലാവരും എടുക്കരുത്. ഞാൻ പറയില്ല, ഇതെല്ലാം എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ചില ആളുകളുടെ ലൈഫിലാണ് സംഭവിക്കുക. ആ ചില ആളുകളെ ലൈഫിൽ തന്നെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ആളുകളുണ്ട്, നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിലേക്ക് ഫാമിലീസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അത് പേരൻസിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പാരന്റ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാമിലി എന്ന് പറയുന്നത് കുറെ ആളുകൾ ഉണ്ടാവും, ചിലപ്പം സിബ്ലിങ്സ് ഉണ്ടാവും, മേ ബി റിലേറ്റീവ്സിലേക്ക് വരെ പോകും. റിലേറ്റീവ്സ് അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ രണ്ട് പേരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പുതിയ പുതിയ അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തർ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങും. ഫാമിലിയിൽ നിന്ന് റിലേറ്റീവ്സിനൊക്കെ അത് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നിന്ന് ചിലപ്പോൾ അതൊരു എന്താ പറയുക ഭയങ്കര ബാഡായിട്ടൊക്കെ നമുക്ക് തോന്നാം. ചിലപ്പോൾ അത് നല്ലതിനും ആകാം. ഓക്കെ, രണ്ട് സൈഡും നമ്മൾ ആലോചിക്കണം. ഞാൻ എല്ലാത്തിനും രണ്ട് സൈഡ് പറയാൻ കാരണം ചില ആളുകളുടെ ലൈഫിൽ ഇത് പോസിറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്, പക്ഷെ ചില ആളുകളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഫാമിലി ഇൻഫ്ലുവൻസിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ ചേഞ്ചുകൾ നമ്മുടെ പാർട്ട്ണറിന്റെ ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്ക് തോന്നാം. അത് ആക്ച്വലി പാർട്ട്ണറിന്റെ ഭാഗത്തല്ല ചേഞ്ച് വരുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ടുള്ള ഒരു യൂഷ്വൽ ചേഞ്ച് ആണത്. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ്, ഇതാണ് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഈ സഡൻ ചേഞ്ച് എന്ന് പറഞ്ഞ ആളുകൾ എപ്പോഴും എന്താ പറയുക ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, ഈ ലാസ്റ്റ് പറയുന്ന ഈ പോയിന്റ്. ഹിഡൻ പേഴ്സണാലിറ്റി റിവീൽസ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ മുന്നിൽ കാണിക്കാതിരുന്ന നമ്മുടെ പേഴ്സണാലിറ്റി പുറത്ത് വരാൻ തുടങ്ങുന്ന സമയം. അതായത് ഈ മേൽ പറഞ്ഞ പോയിന്റുകളുടെ എല്ലാം എൻഡിൽ വരുന്ന ദ വെരി മെയിൻ പോയിന്റ്, ഹിഡൻ പേഴ്സണാലിറ്റി റിവീൽസ്. നമുക്ക് മാത്രം അറിയാവുന്ന, നമ്മുടെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ പുറത്ത്, മേ ബി നമ്മുടെ ദേഷ്യമാകാം, നമ്മുടെ വാശിയാകാം, നമ്മുടെ ഈഗോ ആവാം, ഇങ്ങനെ പല കാര്യങ്ങളും ആകാം, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡും ആകാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യർക്ക് യൂഷ്വലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദേഷ്യം ഉണ്ടാവും, വാശി ഉണ്ടാവും, ഈഗോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പുറത്തോട്ട് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ വിചാരിക്കും, ഇതല്ലായിരുന്നല്ലോ എൻ്റെ പാർട്ട്ണറിൽ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ചേഞ്ച് ലൈക്ക് കുറെ ആളുകൾ ഈ ഒരു ചേഞ്ച് ചിലപ്പം കുറെ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് അവരെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കാണാത്തത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നോ അവർക്ക് ഐഡിയ കിട്ടാതായി പോകുന്ന ടൈം. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആരാണത് എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ഒരു ഹിഡൻ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്ന ആൾക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും തമ്മിൽ മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും പറ്റും. ടൈം ഈസ് വെരി പ്രഷ്യസ്. സോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ്, അതായത് ഈ ആഫ്റ്റർ മാരേജിൽ സഡൻ ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ സഡൻ ചേഞ്ച് വന്നാലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കും, സഡൻ ചേഞ്ച് വന്ന് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കും, അതൊരു കുറ്റമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ പോയിന്റ്സ് ആണ് ആക്ച്വലി ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയാ പല റിയാലിറ്റി ഷോ എന്നാ പറയാൻ തന്നെ, റിയാലിറ്റി ഷോ അല്ല, റിലേഷൻസിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു സഡൻ ചേഞ്ച് വരുന്നുണ്ട് എന്ന് കരുതി ഒറ്റയടിക്ക് നിങ്ങൾ റിലേഷൻ ബ്രേക്ക് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ബന്ധം ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനങ്ങൾ എടുക്കാനോ നിൽക്കരുത്. ഒക്കെ ഞാൻ പറയില്ല, ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം മേ ബി തോന്നാം ഇതൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന റിയാലിറ്റികളല്ലേ, ലൈഫല്ലേ, ലൈഫ് എല്ലാം എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞാൽ, എക്സ്പെക്ടേഷനിലെല്ലാം റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെന്താ അതങ്ങനെ വരുമോ? ചിലതൊക്കെ പൊട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സ്പെക്ടേഷനിൽ വെക്കുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പം റിയാലിറ്റിയിൽ ലൈഫിൽ സംഭവിക്കണമെന്നില്ല. പക്ഷെ എക്സ്പെക്ടേഷനിൽ വയ്ക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങളും റിയാലിറ്റിയിൽ സംഭവിക്കാം. സോ അങ്ങനെയുണ്ട്. അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റിലേഷൻഷിപ്പ് അതിൽ ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്നതാണ്. ആ കാരണങ്ങളും കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.